അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനവിൽ ഭയമൊന്നും വേണ്ടിനിയും. സീയോൻ യാത്രയതിൽ മനവിൽ ഭയമൊന്നും വേണ്ടിനിയും. ബാവയുടെ അനുഗ്രഹീതമായ ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധമായി കുരിശുപള്ളിയിലുള്ള കൺവെൻഷൻ്റെ സമാപന ദിനത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടി വരുത്തിയതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. മൂന്നാമത്തെ സന്ധ്യയിൽ ദൈവജന ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന വന്ദനായ ഡോക്ടർ നൈനാൻ ബി ജോർജ് അച്ഛനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒന്ന്, അദ്ദേഹം നമ്മുടെ ഇടവകയുടെ മരുമകനാണ്. അത് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയാൻ പാടില്ല. വന്ദനായ KG ചെറിയാനച്ഛൻ്റെ സഹോദരൻ്റെ മകളെയാണ് ബഹുമാനപ്പെട്ട നൈനാൻ ബി ജോർജ് അച്ഛൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ആറ്റുവ മോർ ബർസോമ ഇടവകയുടെ അംഗമാണ്. മാത്രമല്ല അഖില മലങ്കര വൈദിക സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി സ്തുത്യർഹമായ സേവനം വന്ദനായ അച്ഛൻ നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പഠിത്ത വീടായ പഴയ സെമിനാരിയുടെ ഗവേണിംഗ് ബോർഡ് അംഗമായി പ്രവർത്തിക്കുന്നു. വിവിധങ്ങളായ താലന്തുകൾ ദൈവം നൽകിയത് ദൈവനാമ മഹത്വത്തിനായി വന്ദനായ അച്ഛൻ ഉപയോഗിക്കുന്നു. ക്ലാസ് എടുക്കുന്നതിനാണെങ്കിലും
കൺവെൻഷൻ പ്രസംഗകൻ എന്നുള്ള നിലയിലാണെങ്കിൽ കൗൺസിലിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള അനുഗ്രഹീതനായ ഒരു പുരോഹിത ശ്രേഷ്ഠനാണ് വന്ദനായ നൈനാൻ വി ജോർജ് അച്ഛൻ. അദ്ദേഹം സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായും സേവനം നിർവഹിക്കുന്നു. വിവിധ കൺവെൻഷൻ വേദികളിൽ ഇന്ന് ഞാൻ അച്ഛനെ പകല് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന സന്ദർഭത്തിൽ അച്ഛൻ ഫോൺ എടുത്തില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അച്ഛൻ മർത്തോമാ സ്ലീഹായെ കുറിച്ച് മർത്തോമൻ സ്മൃതി അതുമായിട്ട് ബന്ധപ്പെട്ട് അനുഗ്രഹീതമായ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് ലൈവ്. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി അനേകരെ ദൈവസന്നിധിയിലേക്ക് ആദായപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് ഉടമയായ വന്ദനായ അച്ഛൻ ഇന്ന് ഈ സന്ധ്യയിൽ നമ്മോടുകൂടെ ആയിരിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വന്ദനായ നൈനാൻ വി ജോർജ് അച്ഛനെ ഈ അനുഗ്രഹീതമായ ദൈവവചന ശുശ്രൂഷയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. നിങ്ങളെ ഏവരെയും എങ്ങനെ നന്ദി പറയണം, സ്വാഗതം പറയണം എന്ന് എനിക്കറിയാൻ പാടില്ല. എല്ലാ കാര്യങ്ങളിലും വെറുതെ പറയുകയല്ല, തൊട്ട് പുറകിൽ ബലിപീഠമുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ തന്നെയാണ്. നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളാണ് നിർവഹിക്കുന്നത് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അത് കുറച്ചുപേരല്ല, മുഴുവൻ ആളുകളും ചേർന്ന് നിന്ന് ഏത് കാര്യവും വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ അതിനോട് വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഇടവകയാണ് എൻ്റെ ഇടവക എന്ന് ആത്മാഭിമാനത്തോടുകൂടെ പറയുവാൻ സാധിക്കും. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായിരുന്നു. അത് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് നിങ്ങളെ ഏവരെയും ഈ സന്ധ്യയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് ഈ സന്ധ്യയെ ധന്യമാക്കുന്ന മോർഫിലക്സിനോസ് ഗായിക സംഘമുണ്ട്. അവരോടും അല്പമായോ അധികമായോ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സന്ധ്യയെങ്കിൽ നിങ്ങൾ ഒന്നിച്ചായിരിക്കാൻ, തിരുവചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ, പ്രത്യേകിച്ച് ഇവിടെ നടത്തുന്ന കൺവെൻഷന്റെ കടശി യോഗത്തിൽ തമ്പുരാനെ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഒന്നിച്ചായിരിക്കാൻ എന്ന കൃപ, സൗഖ്യം, ആയുസ്സാരോഗ്യം, അനുഗ്രഹം എല്ലാറ്റിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കും. തമ്പുരാന്റെ കൃപയല്ലാതെ നിങ്ങൾക്ക് ആശ്രയമായിട്ടൊന്നും, തമ്പുരാന്റെ കരുണയല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലൊന്നും, അവിടുന്ന് ദാനം ചെയ്ത നന്മയല്ലാതെ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ടൊന്നും, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വിശ്വസ്തനായി കരുണയോടെ കാത്തു പരിപാലിച്ച് നടത്തിയ വിധങ്ങളെ വഴികളെ നന്ദിയോടെ ഓർക്കും. തമ്പുരാനെ ഇവിടെ നടത്തപ്പെടുന്ന ശുശ്രൂഷ ദൈവനാമ മഹത്വത്തിന് ഉതകുവാൻ, സഭയുടെ കൊമ്പുയരുവാൻ, ദൈവജനത്തിന്റെ അനുഗ്രഹത്തിന് മുഖാന്തരമാവാൻ, ഇടവകയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് ഉതകുവാൻ സ്വർഗമോടുന്ന സംഗതിയാക്കണമേ. എല്ലാ നന്മകളാലും ഞങ്ങളെല്ലാം നിറച്ചാൽ നേതൃത്വം കൊടുക്കുന്ന മധ്യഭിഷിതന്മാർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അസിസ്റ്റന്റ് വികാരി, പ്രത്യേകിച്ച് കാനഡയൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക ബഹുമാനപ്പെട്ട ജോജി അച്ഛൻ, വാത്സല്യമുള്ള വിശ്വാസ സമൂഹം, ഭദ്രാസനത്തിൻ്റെയൊക്കെ ആത്മീയ പ്രവർത്തകരുടെ നീണ്ട നിരയുണ്ട്. ഇവിടെ ജിബി സാറും അതുപോലെ ബാബു അലക്സാണ്ടർ സാറും മറ്റു പലരുടെയും മുഖങ്ങളൊക്കെ ഞാൻ കാണുന്നു. ഞാൻ അച്ഛനോട് പറയാം, കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും ഒക്കെയുള്ള ഇടവകയാണ്. തീർച്ചയായിട്ടും അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ഇടവകയുടെ ഒരു മരുമകൻ എന്ന ഒരു സ്ഥാനം ഞാൻ വേറെ അഭിമാനത്തോടെയാണ് കാണുന്നത്. പലപ്പോഴും ഇവിടെ ചടങ്ങുകളിലൊന്നും വന്ന് സംബന്ധിക്കാനായിട്ട് പലപ്പോഴും കഴിയുന്നില്ല. 10 വർഷക്കാലം കേരളത്തിന് വെളിയിലായിരുന്നത് കൊണ്ട് ഒരു അടുപ്പ ബന്ധം ഉണ്ടായിട്ടുമില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ലഭിക്കുമ്പോൾ അത് ഏറെ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഇവിടെ നടത്തുന്ന കൺവെൻഷൻ യോഗത്തിൽ ഇതിനു മുൻപും സംബന്ധിക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ കടശി യോഗത്തിലും ഒന്നിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം എനിക്കും ഒരുക്കുന്ന വലിയ കൃപയെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ദീർഘമായ ആമുഖത്തിനായിട്ട് മുതിരുന്നില്ല. പ്രത്യേകിച്ച് പരിശുദ്ധ സഭ വലിയ ഒരു കൂട്ടായ്മയ്ക്കായിട്ട് ഒരുങ്ങുന്ന നാളുകൾ കൂടിയാണ്. മാർത്തോമൻ പൈതൃക സംഗമം നാളെ കഴിഞ്ഞ് കോട്ടയത്ത് നടക്കുമ്പോൾ തീർച്ചയായിട്ടും സഭയോട് ചേർന്ന് നിന്ന്, സഭയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൂർവ്വസൂരികളായ പിതാക്കന്മാർ ഈ മണ്ണിൽ ചിന്തിയ രക്തം അതെനിക്ക് വേണ്ടിയാണ്, എൻ്റെ സഭയ്ക്ക് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവോട് ഐക്യദാർഢ്യം പുലർത്തുവാനുള്ള സന്ദർഭമാണ്. 4 ദിനങ്ങളിലും
അനുഗ്രഹമായ മതിൽ കെട്ടി സുരക്ഷിതമാക്കിയെങ്കിൽ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് ചുറ്റും അനുഗ്രഹത്തിന്റെ വൻമതിൽ തീർത്ത്, പ്രത്യേകിച്ച് സഭയുടെ ഭരണഘടന ഒരു വൻമതിലാണ്. ആ വൻമതിൽ തീർത്തുകൊണ്ട് സുരക്ഷിതത്വത്തിന്റെ അനുഗ്രഹീതമായ ഭൂമിക ഒരുക്കുക. വട്ടശ്ശേരി ഈ ലേഖനത്തിന്റെ അനുഗ്രഹീതമായ വരികൾക്കിടയിലൂടെ നാം വായിക്കുമ്പോൾ നാം ചെന്ന് നിൽക്കുന്നത് സുവിശേഷ ഭാഗങ്ങളിലേക്കാണ്. പ്രത്യേകിച്ച് ഈ സന്ധ്യയിൽ വായിച്ചു കേട്ട 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, അവനിൽ വസിക്കുന്നു എന്ന ആശയം യോഹന്നാൻ ശ്ലീഹായുടെ മനോഹരമായ സുവിശേഷത്തിലെ ആശയഗതി തന്നെയാണ്. യോഹന്നാന്റെ എഴുത്തുകൾക്കൊരു പ്രാധാന്യം. മറ്റു ശ്ലീഹന്മാരോടുള്ള എഴുത്തല്ല യോഹന്നാന്റെ എഴുത്ത്. യോഹന്നാന്റെ എഴുത്തുകൾ, ഉദാഹരണം നമുക്കറിയാം, തമ്പുരാന്റെ തിരുപ്പിറവിയെ കുറിച്ച് അപ്പോസ്തലന്മാരായിട്ട് 4 സുവിശേഷങ്ങളുടെ എഴുത്തുകളൊന്ന് പരിശോധിച്ച്, ലൂക്കോസ് 1-ാം ഭാഗം